ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ടൗൺ ഹൗസിൻ്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ ഹൗസിൻ്റെ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ആണ് നോക്കാൻ പോകുന്നത്. 2012 859 സ്ക്വയർ ഫീറ്റ് പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 926 1029 അങ്ങനെ മൊത്തത്തിൽ 1541 വരെയായി 2024. നിങ്ങളൊന്ന് നോക്കാമല്ലോ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ 926 1029 ഈ സമയത്ത് ഡൗൺഫോൾ വന്ന സമയത്ത് 988 ആയിട്ടുള്ളത് പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ്. സോ 998 1033 പിന്നെ അത് 1071 കുറഞ്ഞപ്പോൾ 1008 പിന്നെ 940. അപ്പോൾ കുറയുമ്പോഴത്തേക്ക് എന്താണ് ഒരു 30-20 ദിറംസ് ആണ് കുറയാൻ പോകുന്നത്. സോ 1541 ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇത് കുറയണമെന്നുണ്ടെങ്കിലും 100 ദിറംസ് പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞോട്ടെ, 141 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞോട്ടെ, ഒരിക്കലും ഈ ഒരു പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിൽ വരാൻ പോകുന്നില്ല. പഴയ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിലുള്ള ഒരിക്കലും വരാൻ പോകുന്നില്ല. സോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും റൈറ്റ് മൂവ്മെൻ്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതും ടൗൺ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. കാര്യം സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ ഡിമാൻഡ് കൂടുതലുള്ളതും സപ്ലൈ കുറവായിട്ടുള്ളതുമാണ് ടൗൺ ഹൗസ്.